ഹലോ കൂട്ടുകാരെ. അപ്പോൾ ഞങ്ങളുടെ യാത്ര ഇവിടെ തുടരുകയാണ്. ഞങ്ങൾ പോകുന്നത് തെങ്കാശിയിലേക്കാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് വെളുപ്പിനെ ഇറങ്ങി. 4 മണിയൊക്കെ ആയപ്പോഴത്തേനും ഇറങ്ങി, 4:10 ആയപ്പോഴത്തേനും ഇറങ്ങി. നല്ല മഴച്ചാറ്റിലുണ്ടായിരുന്നു. മഴ ഇങ്ങനെ പെയ്തും നിന്നും പെയ്തും നിൽക്കുകയായിരുന്നു മഴ. പിന്നെ ഞങ്ങൾ ആദ്യം നേരെ പോയത്, ചേട്ടനെ എവിടെ പോയാലും ആദ്യം തൊഴുതിട്ട് പോകുന്നൊരു അമ്പലമുണ്ട് ഇവിടെ, കൊട്ടാരക്കുളം ഗണപതി ക്ഷേത്രം. അങ്ങോട്ടാണ് പോയത് ഫസ്റ്റ്. അവിടെ തൊഴുതിട്ടേ ചേട്ടൻ യാത്ര തുടങ്ങത്തുള്ളൂ എവിടെ പോവുകയാണെങ്കിലും. സോ അവിടെ പോയി ജസ്റ്റ് തൊഴുത്, അടച്ചേക്കുമായിരുന്നല്ലോ, തുറന്നിട്ടില്ലായിരുന്നു. പോയി അവിടെ നിന്ന് ജസ്റ്റൊക്കെ ഒന്ന് തൊഴുതും. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കൊട്ടാരക്കര, ഇത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രമാണ്. ഇന്ന് ഫുൾ അമ്പലമായിരുന്നു. രാവിലെ ഉച്ചവരെ അമ്പലങ്ങളായിരുന്നു. കൊട്ടാരക്കരയിലും തൊഴുതിറങ്ങി ഞങ്ങൾ നേരെ പോവാണ്. അപ്പം ഞങ്ങൾ നേരെ പോകുന്ന വഴിക്കൊരു കോഫി കുടിച്ചാൽ ഉറക്കം ഇത്ര വെളുപ്പിനെ എഴുന്നേറ്റതല്ലേ. അപ്പം കോഫി കുടിച്ചാൽ ഒരു ചായക്കട കയറി, ഒരു ചെറിയ ചായക്കട കയറിയിട്ട് കോഫി കുടിച്ചാൽ ഉറക്കം പോവുമല്ലോ. ജസ്റ്റ് ഒരു കോഫി കുടിച്ചു. നല്ല കോഫിയായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് ഞാനിങ്ങനെ മുഴുവനായിട്ട് കാണിക്കാത്തത് വീഡിയോയുടെ ലെങ്ത്ത് കൂടുമെന്നുള്ളത് കൊണ്ടാണ്. ഇതൊരു ചെറിയ ട്രിപ്പായിരുന്നു, ഒരു 1 ഡേ ട്രിപ്പാണ്. കാടാണ് ഫുള്ള്, 25 കിലോമീറ്റർ എങ്ങാണ്ട് കാടാണ് ഫുള്ള്. അപ്പം ഇതൊക്കെ തന്നെയാണ്, അപ്പുറത്തും ഇപ്പുറത്തും മരങ്ങളും ഒക്കെ തന്നെയാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ചില സ്ഥലത്ത് കോടകളൊക്കെ ഉണ്ട്.
പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞത് പുഷ്പ ഷൂട്ട് ചെയ്ത ഒരു ടെമ്പിളാണ് തിരുമലൈ കോവിൽ എന്ന് പറഞ്ഞ ആ ടെമ്പിളായിരുന്നു ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇത് വരുന്നത് അച്ചൻകോവിൽ അമ്പലമാണ്, അയ്യപ്പൻ്റെ അമ്പലമാണ് അച്ചൻകോവിൽ. അത് കഴിഞ്ഞിട്ട് ഉള്ളൊരു വ്യൂ ആണിത്. ഒരു കാട്ടരുവിയായിരുന്നു, സൂപ്പർ വ്യൂ ആയിരുന്നു. വ്യൂ അല്ല, റോഡിൻ്റെ നടുക്കാണ്. നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ളത് അത് ഞാൻ റോഡിലിറങ്ങി എടുത്തതാണ്, വണ്ടിയിൽ നിന്ന് ഇറങ്ങി എടുത്തതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ ഇതാണ് തിരുമലൈക്കോവിൽ അമ്പലത്തിൻ്റെ ഒരു ഭാഗം. ഭയങ്കര മഴയായിരുന്നുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും ഷൂട്ട് ചെയ്തില്ല. അകത്തൊക്കെ സ്റ്റെപ്പുണ്ട്, പക്ഷേ സ്റ്റെപ്പ് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൊണ്ട് തെന്നി കിടക്കുമല്ലേ, അതുകൊണ്ട് ഞാനൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഇത് ഇറങ്ങിപ്പോകുന്ന ഹെയർ പിൻ റോഡാണ്. ഇതും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നല്ലൊരു അമ്പലമായിരുന്നു, നല്ലൊരു ഒരു പളനി അമ്പലത്തിൻ്റെ ഒരു മിനി വെർഷൻ എന്നൊക്കെ പറയത്തില്ലേ, അതായിരുന്നു ഈ അമ്പലം. നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്നാലും ഞാൻ അമ്പലത്തിൻ്റെ ഓവറോളൊന്ന് കാണിക്കാം. അത് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും വിശന്നു, കാരണം രാവിലെ എഴുന്നേറ്റതല്ലേ, ഭയങ്കര വിശപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞാൻ മസാല ദോശയാണ് പറഞ്ഞിരുന്നത്, ചേട്ടൻ മസാല ദോശ പറഞ്ഞു. പിന്നെ അനിയൻ പൂരി സെറ്റാണ് പറഞ്ഞത്. പിന്നെ അവർ ഓരോ മസാല ദോശയും പൂരിയും കൂടെ പറഞ്ഞിരുന്നു. പിന്നെ എനിക്ക് മസാല ദോശ ഇഷ്ടപ്പെട്ടില്ല, ബട്ട് വട എനിക്കിഷ്ടപ്പെട്ടു. അവരുടെ വട സൂപ്പറായിരുന്നു. വട ഞാൻ 2 എണ്ണം വാങ്ങിച്ചു. കോഫി അത്യാവശ്യം കൊള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. നല്ലൊരു ഫുഡായിരുന്നു. വിശന്നിരുന്നത് കൊണ്ട് അത്ര നല്ല ടേസ്റ്റായിരുന്നു എല്ലാത്തിനും. അങ്ങനെ വട സൂപ്പർ. കണ്ടോ വട കണ്ടോ. അങ്ങനെ വടയൊക്കെ കഴിച്ച് നേരെ ഞങ്ങൾ പോയത് കാശി വിശ്വനാഥ ടെമ്പിൾ. ഒരു രക്ഷയില്ല, പറയാതിരിക്കാൻ വയ്യ. അതിൻ്റെ ആ ഒരു ഈ ഗോപുരത്തിൻ്റെ പണിക്കൊത്തുമൊക്കെ. അമ്പലത്തിനകത്ത് ഫോൺ അലൗഡ് അല്ല, അതുകൊണ്ട് അമ്പലത്തിൻ്റെ വെളിയിൽ നിന്നുള്ള കാഴ്ചയാണിത്. കണ്ടോ ആ ഗോപുരം കണ്ടോ, സൂപ്പറല്ലേ. പിന്നെ ഞങ്ങൾ കാണാൻ പോയത് കുട്രാലം വാട്ടർഫോൾസാണ്. അതിൽ 5 ഫോൾസും കാണാൻ പോയി, മെയിൻ വാട്ടർഫോളും കാണാൻ പോയി. നല്ല ഷോപ്പിംഗ് സ്ട്രീറ്റുകളുണ്ട് 2 സൈഡിലും, 2ഇടത്തും. 5 ഫോൾസിൻ്റെ അവിടെയും മെയിൻ ഫോളിൻ്റെ അവിടെയും. 5 ഫോൾസിൻ്റെ അവിടെ ഞാൻ വീഡിയോ അധികം എടുത്തില്ല, കാരണം അവിടെ ആയിരുന്നു കൂടുതൽ ആൾക്കാർ കുളിക്കുന്നതും ക്രൗഡഡ് ആയിട്ടുള്ളത്. അപ്പം അവർക്ക് ബുദ്ധിമുട്ടാകണ്ടെന്ന് വിചാരിച്ച് ഞാൻ അവിടെ 5 ഫോൾസിൻ്റെ അവിടെ വീഡിയോ എടുത്തില്ല. ഇത് കുട്രാലം വാട്ടർഫോൾസ്, മെയിൻ വാട്ടർഫോളാണ്. ഇവിടെ ഞങ്ങൾ വീഡിയോ എടുത്തു. ഇവിടെ കുഴപ്പമൊന്നുമില്ല, വലിയ അത്ര ഒരു സ്പേസ് ഉള്ളൊരു സ്ഥലമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി. ഇങ്ങനെ ഇതുപോലെ അവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. നല്ല വാട്ടർഫോളാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വാട്ടർഫോളൊക്കെ കണ്ട്. ഇന്ന് കുരങ്ങന്മാരുടെ പറുദീസയാണ്. അയ്യോ, ഒരു രക്ഷയില്ല. 2 സ്ഥലത്തും, 2 വാട്ടർഫോൾസിൻ്റെ സ്ഥലത്തും കുരങ്ങന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. പിന്നെ ഞങ്ങൾ കാശി വിശ്വനാഥ ടെമ്പിളിൻ്റെ അവിടെ നിന്നൊരു സ്വീറ്റ് പാൽക്കോവ, ഒരു രക്ഷയില്ലായിരുന്നേ. ഞങ്ങൾ ഇടയ്ക്ക് കാറിൽ നിന്ന് അതൊക്കെ കഴിച്ചു. നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സൂര്യകാന്തിപ്പാടമാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ സൂര്യകാന്തിപ്പാടം കാണണമെന്ന്. സുന്ദരപാണ്ഡ്യപുരം പോകുന്ന വഴിയാണ് ഇത്. സൂപ്പറല്ലേ. അപ്പുറത്തെ പാടവും അപ്പുറത്തെ എന്തോ ആറോ അരുവിയോ എന്തോ ആണ്, എന്താണെന്നറിയില്ല. അപ്പം ഞങ്ങൾ പോകുന്നവരോടൊക്കെ ചോദിക്കുകയാണ്, സ്ഥലം എവിടെയാണെന്ന് ചോദിക്കുകയാണ്. ചേച്ചിയോട് ചോദിച്ചു സ്ഥലം എവിടെയാണ് കറക്റ്റ്. കുറച്ചേ ഉള്ളായിരുന്നു, കാരണം സീസൺ കഴിഞ്ഞ് ഓഗസ്റ്റിലാണ് സീസണ്. ഞങ്ങൾ അവിടെ പോയി കുറേ നേരം നിന്ന് ഫോട്ടോസ് വീഡിയോസ് തലങ്ങും ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് ആർമാദിച്ച് അതിനെ കെട്ടിപ്പിടിച്ചു
എന്താ സൂര്യകാന്തി പൂവിനെ കെട്ടിപ്പിടിച്ചൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നൊങ്ക് കഴിച്ച ശേഷം ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പക്ഷേ എനിക്കിഷ്ടമല്ല നൊങ്ക്. അനിയനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കിഷ്ടമല്ല. കണ്ടോ, എൻ്റെ ഒരു ക്ലിപ്പ് ഞാനിതിൽ ആഡ് ചെയ്യാം. വീഡിയോ എടുത്തതിൻ്റെ ക്ലിപ്പ് കണ്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് കുറച്ച് റോഡ് സൈഡിൽ ഇറങ്ങി നിൽക്കാൻ സമയമൊന്നും ആയില്ലായിരുന്നു. അപ്പോഴത്തേനും ഉച്ചക്കത്തേക്കുള്ള ഫുഡ് കഴിക്കാനുള്ളതൊന്നും ആയില്ല. ഞങ്ങൾ ബോർഡർ ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വന്നതാണ് തെങ്കാശിയിൽ. അപ്പം അവിടെ നിന്ന് ഞങ്ങൾ നേരെ ബോർഡർ ചിക്കൻ കഴിക്കാൻ റഹ്മത്ത് ഹോട്ടലാണ്. അതാണ് മെയിനായിട്ട് ഫേമസ് ആയിട്ടുള്ള ബോർഡർ ചിക്കൻ കിട്ടുന്ന സ്ഥലം. പിന്നെ ബൺ പൊറോട്ട കഴിച്ചു, പിന്നെ 2 ബിരിയാണി. ഞങ്ങൾ 3 പേരും ഷെയർ ചെയ്താണ് കഴിച്ചത് കേട്ടോ. ബൺ പൊറോട്ടയായിരുന്നു അവരുടെ സൂപ്പർ പൊറോട്ടയാ ചാറും. ഒരു രക്ഷയില്ലായിരുന്നു. ഞാൻ കൂടുതലും റൈസ് കഴിച്ചില്ല, പൊറോട്ട. ഞാനങ്ങനെ പൊറോട്ടയെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരാളാണ്. ബട്ട് ഈ പൊറോട്ട സൂപ്പറായിരുന്നു. ചെറിയ പൊറോട്ട, ബൺ പൊറോട്ട ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാനും എൻ്റെ അനിയനും കൂടെ ഒരു കലക്കി പറഞ്ഞു. മുട്ട ഇങ്ങനെ ഇട്ട് വാട്ടിയിട്ടുള്ളൊരു സാധനം ഉണ്ടല്ലോ, തമിഴ്നാട് സ്പെഷ്യലാണ് ആ സാധനം. തമിഴ്നാട്ടിൽ എവിടെ പോയാലും അത് കിട്ടുന്ന ഒരു സാധനമാണ്. പിന്നെ ഇതാണ് ബോർഡർ ചിക്കൻ എന്ന് പറയുന്നത്, നാടൻ കോഴി. അത് സൂപ്പറായിരുന്നു, അതും ഒരു കുഴപ്പമില്ലായിരുന്നു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, നല്ല ചൂടായിരുന്നു, അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ ഓവറോൾ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇതെന്ന് പറയുന്നത് 13 കണ്ണറ പാലമാണ്. ഇതിൻ്റെ മേളിൽ കൂടെ ട്രെയിൻ പോവും. ഭയങ്കര രസമാണ് ആ ഒരു കാഴ്ച കാണാനായിട്ട്. ഇത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു, ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കണ്ട് നിർത്താനൊരു മാർഗ്ഗമില്ലായിരുന്നു, കാരണം വണ്ടികളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുമല്ല, ക്ഷീണമായിപ്പോയി തിരിച്ച് വന്നപ്പോഴത്തേനും. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ വീട് പിടിച്ച് 5:15 വീടെത്തി. കണ്ടോ ട്രെയിൻ പോകുന്നത്, നല്ല ഭംഗിയല്ലേ ട്രെയിൻ പോകുന്നത് കാണാൻ. ഓക്കെ, അപ്പം വേറൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ. ഇതിൻ്റെ ഷോർട്സൊക്കെ പതുക്കെ വരുന്നുണ്ട്. വാട്ട 18 ഡേ തെങ്കാശി എന്നും പറഞ്ഞുകൊണ്ടൊക്കെ വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ടാറ്റ, ബൈ ബൈ, സീ യു.